ഹലോ, ആദിചന്ദ്രസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. കുറേ നാളായി നമ്മളിങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ എപ്പോഴാണ് ബാംഗ്ലൂർ ട്രിപ്പ് പോയതിൻ്റെ വ്ളോഗാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിലും എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്ന് വൈശ്വേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളിന്ന് നേരത്തെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി. പിന്നെ കുറച്ച് പരിപാടികൾ അത്രയേ ഉള്ളൂ. കാരണം ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് രണ്ടാൾക്കും വർക്കുണ്ട്, രണ്ടാളും ലീവ് എടുത്തിട്ടില്ല. സോ അപ്പം വലിയ ബർത്ത്ഡേ പരിപാടിയൊന്നുമില്ല, കുഞ്ഞ് ഒരു ബർത്ത്ഡേ. അപ്പം അമ്പലത്തിലൊക്കെ പോകുന്നതും അതെല്ലാം കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നേരത്തെ കാലത്ത് എണിച്ച് കുളിച്ച് ആദ്യമായിട്ടൊന്നല്ല, എപ്പോഴുണ്ട്. ഇന്ന് വൈശ്വേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എന്താ പരിപാടി, നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. സോ നേരത്തെ എണിച്ച് കുളിച്ച് ചായ കുടിച്ച് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ ബർത്ത്ഡേക്കാരനെ കാണാനില്ല, ബിക്കോസ് ബർത്ത്ഡേക്കാരൻ കുളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറയ്ക്ക് പുറത്ത് നിർത്തിക്കുകയാണ്. ആൾ റെഡി ആയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ വേഗം അങ്ങനെ ഷടപടയെന്ന് റെഡിയായി. വൈശ്വാട്ട് എന്താ കുളിച്ച് വന്നേ ഉള്ളൂ, ഇപ്പം തന്നെ സമയം. നമ്മൾ വർക്കിന് കയറുമ്പോഴത്തേക്കും വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡി ആവണത്. പക്ഷെ ആളിനി കുളിച്ചിതാ എത്തിയതേ ഉള്ളൂ. ഇനി ചായ കുടിച്ച് വേഗം പോയി വരാനുള്ള പദ്ധതിയില്ല. ബർത്ത്ഡേക്കാരൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചായ കൊടു. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ വിത്ത് ചായ. ചായ ഞാനാ തന്നെങ്കിലും അമ്മ ഉണ്ടാക്കിയത്. പക്ഷെ ഓക്കെ, എന്താണ് ബർത്ത്ഡേ ആയിട്ട് പരിപാടി? എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ അമ്പലത്ത് പോണം. അതാണ് ഫസ്റ്റ് പരിപാടി. അപ്പൊ വേഗം ചായ കുടിച്ചിട്ട് റെഡി ആവണ്ടേ. ഇതല്ലല്ലോ കോസ്റ്റ്യൂം, വേർ ഇസ് ദ കോസ്റ്റ്യൂം? കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇന്നത്തെ വൈശ്വാട്ടന്റെ ഔട്ട്ഫിറ്റ്. ഇത് മുണ്ടും അല്ലേ, നല്ല ഭംഗിയുണ്ട്. സോ നമ്മള് ഇനി വേഗം ചായയൊക്കെ കുടിച്ചിട്ട് വേഗം റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോവാ അല്ലേ. വൈശ്വാട്ടന്റെ ഇത്തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഈ ഷർട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ, ഇഷ്ടപ്പെട്ടു? യെസ്, മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ കെട്ടിത്തരാം. മകന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. സദ്യയാണ് ഞാൻ വെക്കുന്നത് ഇവിടെ, സദ്യ. അമ്മ നേരത്തെ കാലത്ത് അടുക്കള കയറി, എനിക്ക് ആ പണിയില്ലാത്തത് കൊണ്ട്. അയ്യോ, ഇത് തുറക്കാൻ അറിയില്ല ആക്ച്വലി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തന്നെയല്ലേ. ടെൻഷൻ ആക്കല്ലേ. ആദ്യത്തെ ഇത് തന്നെ താഴെ വീണ് എന്ത് ചെയ്യും പറയും. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. ഓ, നല്ല മാച്ച് ഉണ്ട് കേട്ടാ. എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ല. അപ്പൊ ഇതെന്തിനാ സാധനം? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? അവര് വിചാരിക്കും ഇതെന്താ ഇതിനൊന്നും എക്സ്പ്രഷൻ ഇല്ലല്ലോ എന്ന്. നമ്മളിതൊക്കെ ഓൾറെഡി വാങ്ങി കഴിഞ്ഞ ആൾക്ക് കാണിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓൾറെഡി ഷോർട്സിലൊക്കെ വന്നിട്ടുണ്ടാവും ആ വീഡിയോസ്. അതാണ്. പക്ഷെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇന്നാണ് കിട്ടുന്നത് അല്ലേ. സർപ്രൈസ് എനിക്ക് നേരത്തെ കിട്ടി. സർപ്രൈസും ആ എക്സ്പ്രഷൻസ് ഒക്കെ വേറെ ഷോർട്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് പുതിയ ഡ്രസ്സും പുതിയ വാച്ചൊക്കെ ഇട്ടിട്ട് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് അമ്പലത്തിൽ പോവാം. കാരണം വന്ന് വർക്കിന് കയറാനുള്ളതാണ്. സോ നമുക്ക് ലെറ്റ്സ് ഗോ. അവസാനം ഇപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മേനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം കാണിക്കില്ല, കുറച്ചൊക്കെ കഴിഞ്ഞ് അമ്മ റെഡിയൊക്കെ ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. ഗൈസ്, നമ്മളുണ്ടല്ലോ ഇവിടത്തെ ഇനി ഏട്ടൻ്റെ വീട്ടിലുള്ള നമ്മൾ അമ്മ ശരി ഏട്ടൻ്റെ ഇവിടത്തെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഹോം ടൂർ ഷൂട്ട് ചെയ്യാനുണ്ട്. എല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി
നെക്സ്റ്റ് ഏപ്രിൽ മുതൽ ഫുൾ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാനാണ് പരിപാടി. അമ്മേ. സോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മോസ്റ്റ്ലി ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്യാം. ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തു. ഇത് ഏതാ അമ്പലം? വടക്കുംതറ. എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാൻ പണ്ട് ഒരു തവണ വന്നിട്ടുണ്ട്. ആണോ? ഇത് അവിടെ എന്താ ആൾക്കാരൊക്കെ? ശാഖയാ? ആ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് തിരുവഴിയാടുണ്ട് ഇതുപോലത്തെ സാധനം അമ്പലത്തിന്റെ ഫ്രണ്ടില്. ഇതെന്താ പണി നടക്കുക അമ്പലത്ത്? ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രമാണിത്. പിറന്നാളുകാരൻ ഒന്ന് ഇറങ്ങുമോ? ഒന്ന് മനസ്സിലായില്ല. ഒന്നാമത് ലേട്ട്, അതിന്റെ മുകളിൽ നിങ്ങൾ ലേട്ട്. ഒന്ന് അമ്പലത്ത് കൊണ്ട് എനിക്ക് തോന്നുന്നു വൈശോട്ടൻ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്കാണ് അമ്പലത്തേക്ക് വന്നിരിക്കുന്നത്. അതും ഞാൻ ഇതേപോലെ ഉന്തിത്തള്ളി കൊണ്ടുവന്നു. എവിടെ പോയി അല്ലേ? കഴിഞ്ഞ വർഷം അമ്പലത്ത് വന്നതാണോ നിങ്ങൾ ലാസ്റ്റ്? നമ്മള് കഴിഞ്ഞ നിങ്ങളുടെ നാളിന് പോയില്ലേ കഴിഞ്ഞ വർഷം? ഓ, ശബരിമലയ്ക്ക് പിന്നെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ പോണില്ലല്ലോ, അല്ലാണ്ട് പിന്നെ പോയിട്ടില്ലല്ലോ. ആ, ഉന്തിത്തള്ളി കൊണ്ടുവരുന്ന ഒരു കഷ്ടപ്പാടാണ്. അയ്യോ, കണ്ടില്ല കേട്ടോ ഞാൻ ശരിക്കും. നമ്മള് ഫസ്റ്റത്തെ അമ്പലം കഴിഞ്ഞില്ലേ? ഇനി സെക്കൻഡ് അമ്പലം മണപ്പുള്ളിക്കാവ്. എന്താ അതാ ഫസ്റ്റ് അടുത്ത്? അയ്യോ, ഇനിയിപ്പൊ അവിടെയും കൂടെ പോയി തൊഴുതിട്ട് തിരിച്ചു പോവാ അല്ലേ? അയ്യോ, ഫുഡ് കഴിക്കണം. ഇന്ന് നമ്മൾ അശോക ഭവൻ എന്നെ കൊണ്ടുപോയിട്ടോ. പിന്നെ എങ്ങനെ ഞാൻ കഴിക്കും? ഞങ്ങള് പണ്ട് ഇതേപോലെ എനിക്കറിയാമല്ലോ അല്ലെ, അച്ഛന്റെ അമ്മന്റെയും വെഡിങ് ഡേ. എന്നിട്ട് നിങ്ങള് വൈശാഖിന്റെ മാർച്ചിന് എന്റെ മാർച്ച്, അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിൽ അച്ഛന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകും. എന്നിട്ട് പോയിട്ട് ഈ വടക്കന്നറ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ കഥ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് അമ്മ പറയണ്ടായിരുന്നു. ദോശ കഴിക്കാൻ വേണ്ടിട്ടാ നിങ്ങള് മെയിൻ ആയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. നാലുപേരും കൂടെ ഇങ്ങനെ പോയിട്ട് അശോകഭവനിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ അത് നൊസ്റ്റാൾജി. അപ്പൊ ഇന്ന് പോയിട്ട് അവിടെ സ്പെഷ്യൽ എന്ത് ദോശയാണ് സ്പെഷ്യൽ? അങ്ങനെയാണ് അവിടുത്തെ ഫുഡ്. വെജിറ്റേറിയൻ ഹോട്ടലില് ഒന്ന് പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലാന്നപ്പോ പറയണത്. പക്ഷെ എന്നാലും നമ്മുടെ ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ 7 വയസ്സ് മുതലല്ല എപ്പോഴും പോവായിരുന്നു. അപ്പോഴൊക്കെയാണ് എന്റെ ഓർമ്മകളിലുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ട് അപ്പൊ ഇവിടെ പാലൊന്നും ഉണ്ടായിരുന്നില്ല, ചുറ്റിട്ടൊക്കെ വരിക. ഈ പാലൊക്കെ പണി നടക്കുന്ന അപ്പൊ അമ്പലത്ത് വന്ന് അപ്പോഴും ഈ അമ്പലത്തെ വരിക. ഓ, ഇവിടെ വന്ന് തൊഴുതി അവിടെ പോയി ഫുഡ് കഴിക്കും, വീട്ടിൽ പോകും. ഓ, സോ നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാണ്. ശരി, നമുക്കിനി മണപ്പുള്ളിക്കാവും കൂടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, തിരിച്ച് പാലക്കാട് ടൗണിലേക്ക് വരണം. വീണ്ടും ഇങ്ങോട്ട് വരണ സമയം? അയ്യോ, സമയം 7:45. എനിക്ക് 9 മണി പോകണം അമ്പലത്തേക്ക്. നോ, അങ്ങനെ പാടില്ല. അമ്പലത്തിൽ പോയി വരുമ്പോഴേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ റൂൾസ് ഉണ്ട്, മനസ്സിലായോ? അപ്പം എന്നിട്ട് കുഴപ്പമില്ല, 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തില്ലേ നമ്മള്? അതൊക്കെ മതി. നമ്മൾ ശരിക്കും മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ഇങ്ങടല്ലേ വന്നത്? പക്ഷെ ഇങ്ങട് വന്നിട്ടില്ല തോന്നണു അല്ലേ? ഇവിടെ കണ്ടൊരു ഓർമ്മയില്ല എനിക്ക്. വേലയ്ക്ക് വന്നു, പക്ഷെ അമ്പലത്തിന്റെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ തിരക്കില്ല. നെക്സ്റ്റ് അമ്പലം ഇല്ല, എപ്പോഴും ഇല്ല, ഒരു കുഴപ്പമില്ല. ദയവേത് ശ്രീ മണപ്പള്ളി ഭഗവതി വേല കയറി തൊഴുതിയിട്ട് വരട്ടെ കേട്ടോ. കാരണം ഈ വൈശോട്ടനെയും കൊണ്ട് ഇങ്ങനെ പോയില്ലെങ്കിൽ എവിടെയും പോവില്ല, തൊഴുതില്ല. അതാണ് പ്രശ്നം. സോ കയ്യോടെ എല്ലാവിടെയും കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാനുള്ള പരിപാടിയിലാണെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെയും തൊഴുതി ഇറങ്ങി. എങ്ങനെയുണ്ട് വൈശോട്ട? രാവിലെ എണീറ്റ് അമ്പലത്തേക്കൊക്കെ വന്നിട്ട് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയില്ലേ? ബർത്ത്ഡേ ഉണ്ടാ? 2 അമ്പലത്തിൽ പോയി. അതെ, ഇനി അടുത്ത പിറന്നാളിനാണേ. ഇനി ഫുഡ് എന്ന് പറഞ്ഞ് പോണുണ്ട് ഗൈസ്. എന്താ സ്പെഷ്യൽ ഒന്നും അല്ലല്ലോ? ഗീ റോസ്റ്റ്. എനിക്ക് വേണ്ട വട. ഒരു വട. ചായ അങ്ങനെ എടുത്തോളൂ. ചായ വിത്തൗട്ട് 2 ചായ. ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ വിത്തൗട്ട് ആണെന്ന് എല്ലാവരും അറിഞ്ഞു. ഇല്ലെങ്കിൽ വിചാരിക്കും ഷുഗർ പേഷ്യൻസ് ആണ് അല്ലേ? നമ്മൾ ഡയറ്റിന്റെ ഭാഗമായിട്ട് വിത്തൗട്ട് ആണ്.
എല്ലാം കുടിക്കുന്നത്. ചായ നമ്മൾ എത്ര ഇപ്പോൾ 1 മാസം കംപ്ലീറ്റ് ആയില്ലേ വിത്തൗട്ട്. യെസ്, ഷുഗർ കട്ടായിട്ട് ഇപ്പോൾ 1 മാസമായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിൻ്റെയും വിരുന്നിൻ്റെയും ക്ഷീണങ്ങളൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിരുന്ന് കഴിഞ്ഞിട്ടില്ല. എന്തോ ഞാൻ പറയാൻ വന്നു. വൈശേട്ടൻ പണ്ടത്തെ അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ. അമ്പലത്തിൽ പോയി ഇറങ്ങുമ്പോഴേക്ക് എന്താണ് അശോക ഭവൻ അല്ലേ, അശോക ഭവനിൽ ഫുഡ്, അശോക ഭവനിൽ റോസ്റ്റ്, അശോക ഭവൻ റോസ്റ്റ്. ആ 5ാം ക്ലാസ്സിലെ കഥ പറഞ്ഞത് കറക്റ്റാണ്. കറക്റ്റ് അതേ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോഴും എന്താണ് എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള ഇതിലാണ് ആള് നിൽക്കുന്നത്. എന്നിട്ട് പക്ഷെ നെയ് റോസ്റ്റ് അല്ലേ പറഞ്ഞത്? അടുത്തത് പറയോ? പൊറോട്ടയും കുറുമയാ രാവിലെയാ? രാവിലെ എന്തേലും. ഓക്കെ ശരി, നമുക്ക് ഫുഡ് വരട്ടെ. ഓക്കെ. എന്തൊരു എക്സൈറ്റ്മെന്റ്. അപ്പത്തേക്കും ഡാമിലെ അമ്മ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. 2 ഗീ റോസ്റ്റ്. ഇത് നല്ല വലുപ്പമുണ്ട് സാധനം. മരുമകനെ വിഷ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്തൊരു എളിമ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ ബാക്ക് ടു ഹോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സങ്കടം എന്താ വെച്ചാൽ പോയിട്ട് വർക്കിന് കയറണം. വൈശാട്ടിന് കുഴപ്പമില്ല, വൈശാട്ടിന് നൈറ്റാണ്. സോ മെല്ലെ ഇനി പോയി ഉറങ്ങി എണീച്ചിട്ടൊക്കെ കയറിയാൽ മതി. പക്ഷെ എനിക്കിനി പോയിട്ട് കറക്റ്റ് 8:45 ഇനി 9 മണിയാകുമ്പോൾ വർക്കിന് കയറണം. അതൊരു സങ്കടമുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ വീടെത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ വൈശാട്ടിനെ സർപ്രൈസ് ആയിട്ട് കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആള് വന്നതാ റൂമിലുണ്ട്. അപ്പോഴത്തേക്ക് അവർ വിളിച്ചു. സോ കേക്ക് മേടിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് ചെറിയൊരു കട്ടിങ്ങും കൂടെ ഉണ്ട്. ഇപ്പം അവരെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. സോ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. താങ്ക് യു ബ്രോ. ആളിനിപ്പോൾ റൂമിൽ നിന്ന് നമുക്ക് വിളിക്കാം. വൈശാട്ടാ, കേൾക്കണേ ഇല്ല. വൈശാട്ടാ, എന്താ തുറക്കോ? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ പറഞ്ഞു. യെസ്. കേക്ക് ക്ലിയർ ഇല്ല. ഷുഗർ ഡയറ്റ് ആണെന്ന് കുറച്ച് മുമ്പ് അത് ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണത് കൊണ്ട് ഒരു ഷുഗർ ഡയറ്റും ഇല്ല. നിങ്ങൾക്ക് അമ്മ റെഡിയാകും. അമ്മയൊക്കെ ആയിട്ട് വരും. നോക്കാം. ഇപ്പം മുറിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാം, വൈകിട്ട് മുറിക്കാം, എപ്പോൾ വേണമെങ്കിൽ മുറിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് കുറച്ച് കഴിഞ്ഞിട്ട് വൈശാട്ടിന് വൈകിട്ടാണ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് ആളൊന്ന് ഉറങ്ങി എണിച്ച് ഉച്ചയ്ക്ക് സദ്യയൊക്കെ അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട്. സദ്യയൊക്കെ അമ്മ അടുക്കളയിൽ സെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ വർക്കിന് കയറി. ഇനിയിപ്പം അമ്മ അവിടെ സദ്യ പായസം ഒക്കെ വെക്കുന്നുണ്ട്. അപ്പം അപ്പോഴത്തേക്കും വൈശാട്ടൻ ചെറുതായി ഒന്ന് ഉറങ്ങി എണിച്ച് വന്ന് സദ്യയൊക്കെ കഴിച്ച് പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഓൾറെഡി വർക്ക് മീറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. നല്ല പായസത്തിൻ്റെ മണം വരുന്നുണ്ട് അടുക്കളയിൽ. അമ്മ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മനെ കാണാനില്ല. അമ്മയുടെ സ്പെഷ്യൽ അരിപ്പായസം അല്ലമ്മ, വൈശാട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അമ്മ അരിപ്പായസം വെച്ചിട്ടുണ്ട്. നമ്മൾ വൈശാട്ടൻ എണീക്കുമ്പോഴത്തേക്കും ഇലയിൽ സദ്യ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം അമ്മ വാഴെല്ലാം മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്തമ്മ? അവൻ ഇപ്പം കഴിക്കില്ലല്ലോ. അമ്മ അങ്ങനെ ഏട്ടനെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഫുഡെല്ലാം സെറ്റ് ചെയ്തതാ. പപ്പടവും കൂടെ കാച്ചി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഈ പോർഷനിൽ ഞാൻ ഡബ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇമോഷണലായി. കാരണം അമ്മ ഒറ്റയ്ക്ക് 5 മണിക്ക് എണീറ്റ് ഇന്ന് ഏട്ടന് വേണ്ടിയിട്ട്
അത്രയും സദ്യ ഉണ്ടാക്കി കേട്ടോ. അതും 4 വക കറിയൊക്കെ വെച്ചിട്ടാണ് അമ്മ നേരത്തെ തന്നെ എണീറ്റ് എല്ലാം സെറ്റ് ചെയ്തു. കാരണം അമ്മയ്ക്ക് ഓൾറെഡി ഇന്ന് വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ തന്നെ എല്ലാ കറികളും, അവിയൽ, കൂട്ടുകറി, അതുപോലെ ബീൻസ് തോരൻ, ക്യാബേജ് തോരൻ, ഏട്ടന് ഇഷ്ടപ്പെട്ട പാൽപ്പായസം വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാനും ഏട്ടനും നേരത്തെ ഒരു 5:30 എണീറ്റിട്ട് അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും എല്ലാ കറിയും ഏട്ടന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ, ഇപ്പം ഷോർട്സിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്തൊക്കെ ഏട്ടന് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സർപ്രൈസസ്, അതൊക്കെയാണ് എല്ലാവരും കാണുക. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും നമ്മുടെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമൊന്നും കാണില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. അത്ര ഇമോഷണലായി. കാരണം അമ്മ അത്രയും ഒറ്റയ്ക്ക് വെച്ച് ഏട്ടന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് ആ വിളമ്പി കൊടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ബർത്ത്ഡേ ആക്കിയത്. അത് കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനും വൈശാഖും ഏട്ടനും ഒക്കെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കേട്ടോ സദ്യ കഴിച്ചത്. അത് ശരിക്കും ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു ഇന്ന്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഈവനിങ് ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാളെ കേക്ക് മുറിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളവിടെ വർക്കിന് കയറിയിട്ട് വർക്കിന്റെ പുറത്താണ്. ഓരോരോ കഷ്ടപ്പാടേ. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ 2 ആൾക്ക് 2 സമയം, 2 സമയത്തിൽ സെറ്റ് ചെയ്യണം, 2 സമയത്തിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, വർക്ക് ചെയ്യണം. കഷ്ടപ്പാടാണ്. കേക്ക് കട്ട് ചെയ്യണ്ടേ? എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാ. അവിടെ ഒരു ലാപ്പ്, അവിടെ വർക്ക്, ഇവിടെ ഒരു ലാപ്പ്, ഇവിടെ വർക്ക് ഫ്രം ഹോമിന്റെ ഓരോ കഷ്ടപ്പാട്. അറ്റ് ലാസ്റ്റ് നമ്മൾ അങ്ങനെ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടക്കാൻ പോകുകയാണ്. ദൈവമേ, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഏട്ടനെ വിളിച്ചാലാണ് വരുള്ളൂ. കേക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിട്ട് കൊടുത്തൊരു സാധനമാണ്. എങ്ങനെ ഔട്ട് വന്നു എന്നറിയില്ല. ഇത് അവരതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കേക്കിൽ വെക്കേണ്ടതാണെന്ന്. അപ്പം നമുക്ക് ഇതും കൂടെ ഒരു ഡെക്കറേറ്റിങ്ങിന് വേണ്ടി വെച്ച് നോക്കാം. വൈശോട്ടനെ ഞാൻ കേക്ക് കട്ടിങ് സെറമണിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. കുറച്ചത് ഓഫ് ചെയ്തിട്ട് വായോ. ഇനി ലേറ്റ് ആക്കാൻ പറ്റില്ല. എല്ലാം ഫുൾ സെറ്റിംഗ് ആണ്. ഫുൾ അതെ. എത്ര പേരെ വെയിറ്റ് ചെയ്യണ വൈശോട്ടാ. ബാ, സെറ്റ് ചെയ്തു ഫുൾ. ഇത് കൊടുത്താണ്. യെസ്. ഇനി ഫോട്ടോസ്. യെസ്. ഇതും യെസ്. സാധനം എഴുതിയതൊക്കെ വായിച്ചാ? അത് താങ്ക് യു. ശരി, മുറിക്കാം. അപ്പോ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതോട് കൂടിയിട്ട് വൈൻഡ് അപ്പ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് ശേഷം ഫുൾ ഇതുപോലെ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരും അല്ലേ. സോ ബൈ അമ്മ, ബൈ.